ഇസ്രായേലിനെതിരെ ശക്തമായ തിരിച്ചടി തുടരുകയാണ് ഇറാൻ. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ്റെ ഉന്നത സൈനികോദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിരുന്നു. അതിന് പകരം വീട്ടാനുള്ള ശ്രമത്തിലാണോ ഇറാൻ? പുതിയ റിപ്പോർട്ടുകൾ ഈ സൂചനയാണ് നൽകുന്നത്. ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കി. ബാലിസ്റ്റിക് മിസൈൽ എത്തിയതോടെ വടക്കൻ ഇസ്രായേലിൽ സൈറൺ മുഴങ്ങി. വടക്കൻ ഇസ്രായേലിനൊപ്പം മധ്യ ഇസ്രായേലിലും ജെറുസലേമിലും അപായ സൈറണുകൾ മുഴങ്ങി. ഈ മേഖലകളിലുള്ള ജനങ്ങളെ ബോംബ് ഷെൽട്ടറുകളിൽ തന്നെ കഴിയാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. റോക്കറ്റുകൾ ടെലവിവിലും ഹൈഫയിലും ജെറുസലേമിലും പതിച്ചതായി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേൽ രാജ്യത്ത് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ ജൂൺ 30 വരെ നീട്ടിയതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സിസേറിയയിലെ വീടിനെ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹദേറയിലെ ഒരു പവർ പ്ലാന്റ് ലക്ഷ്യമിട്ടും ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി. ഞായറാഴ്ച പകൽ ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. പിന്നാലെയാണ് ഇറാൻ നെതന്യാഹുവിൻ്റെ വീടിനെയും പവർ പ്ലാന്റിനെയും ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം നടത്തിയത്. തെഹ്റാനിലെ വിവിധ മേഖലകളിൽ അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും പിന്നാലെ തെഹ്റാനിലെ പോലീസ് ആസ്ഥാനവും ഇസ്രായേൽ ആക്രമിച്ചു. ഒറ്റ രാത്രി കൊണ്ട് തെഹ്റാനിലെ 80-ലധികം കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ആസ്ഥാനം, ആണവ പദ്ധതിയുടെ ആസ്ഥാനം എന്നിവയും ആക്രമിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. പിന്നാലെയാണ് ഇറാൻ തിരിച്ചടിച്ചത്. ഇസ്രായേലിൻ്റെ യുദ്ധവിമാന ഇന്ധന ഉൽപ്പാദന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് അറിയിച്ചു. ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 128 പേരാണ് ഇറാനിൽ മരിച്ചത്. മരിച്ചവരിൽ 40 പേർ സ്ത്രീകളാണ്. 900ഓളം പേർ പരിക്കേറ്റ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അതിനിടെ ഇറാനെതിരെ വെല്ലുവിളിയുമായി നെതന്യാഹു എത്തി. സ്ത്രീകളെയും കുട്ടികളെയും അടക്കം കൊലപ്പെടുത്തിയ ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് നെതന്യാഹു ഭീഷണി മുഴക്കിയത്. ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ ഇറാനെ ഇല്ലാതാക്കുന്നതിനാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആരംഭിച്ചത്. ഇറാൻ്റെ ഭീഷണി ഇല്ലാതാക്കാൻ എത്ര ദിവസം വേണമെങ്കിലും ഈ ഓപ്പറേഷൻ തുടരുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇറാൻ്റെ ആക്രമണത്തിൽ 13 പേരാണ് ഇസ്രായേലിൽ കൊല്ലപ്പെട്ടത്.